കലാലയങ്ങളിൽ അക്രമങ്ങൾ ഇല്ലാതായാൽ പ്രതിഭകൾക്ക് വളരാൻ കഴിയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം കലൈക്യ വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാലയങ്ങളിൽ ആക്രമണങ്ങൾ ഇല്ലാതായാൽ പ്രതിഭകൾക്ക് വളരാൻ കഴിയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം കലൈക്യ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കലോത്സവം നടക്കുന്നത്. 110 ഇനങ്ങളിലായി 5000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കുറച്ചു സമയം നിങ്ങളുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ ഏജും റിവേഴ്സിൽ പോവും എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ആ ഊർജ്ജസ്വലത നമുക്കൊക്കെ ഉത്തേജനം നൽകുന്നു. ഒരു കാര്യത്തിൽ ഞാൻ യോഗ്യരെ അഭിനന്ദിക്കാം, ചെയർപേഴ്സണെയും അതുപോലെ മറ്റു ഭാരവാഹികളെയും എല്ലാവരെയും അഭിനന്ദിക്കാം. ഇതൊക്കെ ഭംഗിയായി നടത്താനും കഴിയും എന്ന് അവര് നല്ല പോലെ തെളിയിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിൽ ഇങ്ങനെ അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ നടത്താൻ കഴിയും. മത്സരങ്ങൾ 3-ാം ദിനം പിന്നിടുമ്പോൾ 66 പോയിന്റുമായി ഫറൂഖ് കോളേജ് കോഴിക്കോട് 1-ാം സ്ഥാനത്താണുള്ളത്. 40 പോയിന്റോടെ SNGS കോളേജ് പട്ടാമ്പി 2-ാം സ്ഥാനത്തും 36 പോയിന്റോടെ വിക്ടോറിയ കോളേജ് പാലക്കാട് 3-ാം സ്ഥാനത്തും തുടരുകയാണ്. കലോത്സവത്തിന്റെ 3-ാം ദിനം വേദികൾ മാപ്പിളക്കലകൾ കൈയടക്കി. വേദി 2 മിഹിർ അഹമ്മദിൽ നടന്ന വട്ടപ്പാട്ട് മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. 5 വേദികളിലായി 5 ദിവസമാണ് മത്സരം നടക്കുക. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ആളുകളോ ആയിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കാണുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അവരുടെ ജീവനും ജീവിതത്തിനും രക്ഷിതാക്കളുടെ തോരാത്ത കണ്ണീരിനും കാരണമാവുന്ന തരത്തിൽ ഒരുതരം ബുള്ളിങ്, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ഈ കലോത്സവം എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഓരോ ഇഞ്ചിലും വന്നു വീഴുന്ന കോമ്പസിന്റെ നുനകളുണ്ടാക്കുന്ന വേദനകളല്ല ഒരു ക്യാമ്പസിന്റെ മുഖമുദ്ര എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് ചേർത്തു പിടിക്കുന്നതിന്റെ രാഷ്ട്രീയം തന്നെയാണ് ക്യാമ്പസുകളുടെ മുഖമുദ്രയാവേണ്ടത്. സോൺ മത്സരങ്ങളിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്റർസോൺ മത്സരങ്ങൾ തുടരുന്നത്. ഈ ചാനൽ വളാഞ്ചേരി. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.